Good morning. Welcome to our new chapter, contract costing. So, contract costing is another important costing method used in business organizations. സോ കോൺട്രാക്ട് കോസ്റ്റിങ്ങിനെ കുറിച്ചും അതിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് എന്താണ് ഒരു കോൺട്രാക്ട് എന്നുള്ളത് നോക്കാം. Contract is an agreement between two parties by which one party agrees to undertake and complete a job or piece of work for an agreed price. രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ്, ഒരു എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു പാർട്ടി ഒരു നിശ്ചിത വർക്ക് ഒരു അഗ്രീഡ് പ്രൈസിന് ചെയ്ത് തീർക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു അഗ്രിമെൻറ്റ് അതിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു അഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് കോൺട്രാക്ടറും മറ്റാൾ കോൺട്രാക്റ്റിയുമാണ്. സോ കോൺട്രാക്ടർ ഈസ് എ പേഴ്സൺ ഹൂ അണ്ടർടേക്ക് ദറ്റ് വർക്ക്. Similarly, contractee is the person who give the contract for whom the work is done. കോൺട്രാക്റ്റി എന്ന് പറയുന്നത് ആരാണോ ഈ വർക്ക് ചെയ്യുന്നത് അവർക്ക് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയെ കോൺട്രാക്റ്റി എന്നും ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളെ കോൺട്രാക്ടർ എന്നും പറയുന്നു. ഓക്കെ, സോ ഇനി എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നുള്ളത് നോക്കാം. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. നമ്മൾ ജോബ് കോസ്റ്റിംഗ് പറഞ്ഞതുപോലെ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേർ ജോബ് ഈസ് അണ്ടർടേക്കൻ ഇസ് റിലേറ്റീവ്ലി ലാർജ്. ഇവിടെ ജോബ് എന്ന് പറയുന്നത് വളരെ വലിയ ജോബായിരിക്കും, അതുപോലെ ലോങ്ങർ പീരീഡ് ആയിരിക്കും ഈ ജോബിന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്റ്റ് യൂഷ്വലി അഡോപ്റ്റ് ചെയ്യുന്നത് വലിയ സിവിൽ കോൺട്രാക്റ്റുകളൊക്കെ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടേഴ്സാണ് ഈ തരത്തിലുള്ള കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, സോ അതാണ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് പറയുന്നത്. സോ നെക്സ്റ്റ് വി കം ടു ദ ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു CIMA, contract costing is a form of specific order costing in which costs are attributed to individual contracts. ഓരോ ഇൻഡിവിജ്വൽ കോൺട്രാക്ട്സിനും എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. നമ്മൾ ജോബ് കോസ്റ്റിങ്ങിലൊക്കെ പറയുന്നത് പോലെ ഓരോ സെപ്പറേറ്റ് കോൺട്രാക്റ്റിനും എത്രയാണ് കോസ്റ്റ് വരിക എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി കം ടു ദ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകതകൾ? Contracts are generally of large size and therefore a contractor usually carries out a smaller number of contracts at a particular point of time. സോ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഒരു വലിയ സൈസിലുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരു കോൺട്രാക്ടർ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ഏറ്റെടുക്കുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഒരു കോൺട്രാക്റ്റ് തന്നെ വലിയ ബിഗ് സൈസ് ആയിരിക്കും. അതുകൊണ്ട് ഒന്നോ രണ്ടോ കോൺട്രാക്റ്റുകളെ അറ്റ് എ ടൈമിൽ ഒരു കോൺട്രാക്ടർ ഏറ്റെടുക്കുള്ളൂ. എ കോൺട്രാക്ട് ജനറലി ടേക്സ് മോർ ദാൻ 1 year ടു കംപ്ലീറ്റ്. സാധാരണഗതിയിൽ ഒരു വർഷമൊന്നുമല്ല, അതിലും കൂടുതലായിട്ട് ഇയേഴ്സ് ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരും. ദെൻ വർക്ക് ഓൺ കോൺട്രാക്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ദ കോൺട്രാക്റ്റ്, നോട്ട് ഇൻ ദ ഫാക്ടറി പ്രിമൈസസ്. നമ്മൾ ജോബ് കോസ്റ്റിങ്ങിലൊന്നും പറഞ്ഞതുപോലെ ഫാക്ടറിക്കുള്ളിലല്ല ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വരിക. സാധാരണയായിട്ട് സൈറ്റുകളിലാണ് ഈ കോൺട്രാക്റ്റുകൾ ചെയ്യേണ്ടി വരിക. വർക്ക് നടക്കുന്നത് സൈറ്റുകളിലായിരിക്കും. ഈച്ച് കോൺട്രാക്റ്റ് അണ്ടർടേക്കൺ ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. ഓരോ കോൺട്രാക്റ്റിനെയും നമ്മൾ ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു കോൺട്രാക്റ്റ് ആസ് എ ഹോൾ ആണ് നമ്മളതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ കോൺട്രാക്റ്റും ഓരോ കോസ്റ്റ് യൂണിറ്റുകളാണ്. A separate contract account is prepared for each contract in the book of the contractor to ascertain the profit or loss of each contract. ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അയാളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വർക്കുകൾ ഏറ്റെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓരോ കോൺട്രാക്റ്റുകളും ആ കോൺട്രാക്ടറെ സംബന്ധിച്ച് സെപ്പറേറ്റ് വർക്കുകളാണ്. അതുകൊണ്ട് ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. The bulk of the expenses incurred by the contractor are considered as direct. സോ കോൺട്രാക്ടർക്ക് വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് ഓഫീസ് എക്സ്പെൻസസ് ഓഫ് ദി യാർഡ്, സ്റ്റോഴ്സ് ആൻഡ് വർക്ക്. ഓക്കെ, ഇൻഡയറക്റ്റ് വർക്ക് എന്ന് പറയുന്നത് അധികം ഉണ്ടാവില്ല. ഡയറക്റ്റ് എക്സ്പെൻസസുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓഫീസ് എക്സ്പെൻസസുകളും സ്റ്റോഴ്സ് എക്സ്പെൻസസുകളും അതൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്.
സോ നെക്സ്റ്റ് നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കബിലിറ്റിയിലേക്ക് കടക്കുകയാണ്. എവിടെയാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്? The system of contract costing is adopted by builders, civil engineers, mechanical engineers, etc. It is suitable for business concerned undertaking construction work, engineering project, etc. It is also adopted in construction of road, bridge, large estate or complexes. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ജോബുകളാണ് കോൺട്രാക്റ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ജോബുകൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡിനെയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. സോ നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ട്. സോ അതും കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ ജോബ് ടേക്സ് ഷോർട്ട് ടൈം ഫോർ ദ കംപ്ലീഷൻ. ജോബ് കോസ്റ്റിംഗ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ലോങ് പീരീഡിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ ജോബ് കോസ്റ്റ് നടക്കുന്നത് ഫാക്ടറി പ്രീമൈസസിൽ തന്നെയാണ്, ഫാക്ടറിക്കുള്ളിലാണ് അതുണ്ടാവുക. അതേസമയം കോൺട്രാക്റ്റ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റിലായിരിക്കും. ജോബ് ഈസ് എ സ്മോൾ കോൺട്രാക്റ്റ്, പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബിഗ് ജോബ്. പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻഡ് ഓൺലി ഓൺ ദി കംപ്ലീഷൻ ഓഫ് ദി ജോബ്. ഒരു ജോബ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മളതിൻ്റെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുള്ളൂ. പക്ഷേ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് പ്രോഫിറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഈവൺ ഇഫ് ദ കോൺട്രാക്റ്റ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് വെരി ഹൈ. ജോബ് കോസ്റ്റിങ്ങിൽ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ, അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതൽ പ്രൊപ്പോർഷൻ ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ വളരെ ലോ ആണ്. കാരണം മോസ്റ്റ് ഓഫ് ദി എക്സ്പെൻസസും ഡയറക്റ്റ് ആയിരിക്കും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ. ദ ലാസ്റ്റ് വൺ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ജോബ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ജോബ് ഇൻ ഫുൾ. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ജോബ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ സെല്ലിംഗ് പ്രൈസ് കൊടുക്കുള്ളൂ. പക്ഷേ പ്രൈസ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ മാത്രമല്ല, അതിൻ്റെ മുന്നേ തന്നെ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടും കൊടുക്കാൻ പറ്റും. കാരണം 3 or 4 years കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുക. സോ അതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ കോൺട്രാക്ടർക്ക് കോൺട്രാക്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. Okay, next come to contract account. So contract account എന്താണ്, എങ്ങനെയാണ് കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടും ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ എന്താണ് കോൺട്രാക്റ്റ് അക്കൗണ്ട്? A contract account is a nominal account in nature. It is prepared to find out the cost of contract and to know the profit or loss made on the contract. ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് അതിൻ്റെ കോസ്റ്റ്, ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ്, ആ കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ആ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എ കോൺട്രാക്ടർ മേ അണ്ടർടേക്ക് നമ്പർ ഓഫ് കോൺട്രാക്ട്സ് അറ്റ് എ ടൈം. ഫോർ ഈച്ച് കോൺട്രാക്ട് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ്. ഒരു കോൺട്രാക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറ്റ് എ ടൈമിൽ ചിലപ്പോൾ അയാൾക്ക് 2-3 കോൺട്രാക്ട്, അധികം കോൺട്രാക്റ്റുകൾ അവർ ഏറ്റെടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്കായിരിക്കും, ബിഗ് ജോബ് ആയിരിക്കും. അതുകൊണ്ട് നമ്പർ ഓഫ് കോൺട്രാക്ട്സ് കുറവായിരിക്കും, പക്ഷേ അറ്റ് എ ടൈമിൽ ലാർജ് നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ കോൺട്രാക്റ്റിനും അവർ ഓരോ സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. ഇൻ ദ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് സച്ച് ആസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിംഗ് എൻ അക്കൗണ്ടിംഗ് പീരീഡ് ആർ ഡെബിറ്റഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ അപ്പോർഷൻഡ് ഓൺ എൻ ഇക്വിറ്റബിൾ ബേസിസ്. The difference between the two sides are known as notional profit or notional loss. സാധാരണ ഒരു അക്കൗണ്ട് പോലെ തന്നെ കോൺട്രാക്റ്റ് അക്കൗണ്ടിലും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസസുകളും എൻ്റർ ചെയ്യുന്നു. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അതിൽ മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, സോ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളും ഡയറക്റ്റ് എക്സ്പെൻസസുകളും എല്ലാം എൻ്റർ ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ്, അതായത് കോൺട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ബെനിഫിറ്റും ഈ കോസ്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ നോഷണൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോഷണൽ ലോസ് എന്ന് പറയുന്നത്. നോഷണൽ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഫൈനൽ പ്രോഫിറ്റ് അല്ല. ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഇയർ എൻഡിങ്ങിലും കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ ആ കോൺട്രാക്റ്റ് അവസാനിച്ചോളണം എന്നില്ല. ആ ഇയർ എൻഡിങ്ങിൽ കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എന്നാലും ഓരോ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്ന സമയത്ത് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫൈനൽ പ്രോഫിറ്റ് അല്ല. അതുകൊണ്ടാണ് അതിനെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇനി കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ?
കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഓൺ കംപ്ലീഷൻ ഓഫ് ദി കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് കോൺട്രാക്ട് പ്രൈസ്. ഓക്കെ, ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുമ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതും? കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ് അതിൻ്റെ എമൗണ്ട്, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണൊരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അതായത് ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർ ഹെഡ്സ്, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഫിക്സഡ് എക്സ്പെൻസസ് നമുക്ക് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരും. കാരണം കോൺട്രാക്റ്റ് ഒരു ബിഗ് ടാസ്ക് ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലാന്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും, ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ദെൻ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരാം? മെറ്റീരിയൽ റിട്ടേൺഡ്, എന്തെങ്കിലും ഇൻ കേസ് റിട്ടേൺഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. മെറ്റീരിയൽ സോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. മെറ്റീരിയൽസ് അറ്റ് സൈറ്റ്, എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ സൈറ്റിൽ ഉള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യും. പ്ലാന്റ് അറ്റ് സൈറ്റ് അത് ക്രെഡിറ്റ് ചെയ്യും. ദെൻ കോൺട്രാക്റ്റ് പ്രൈസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ഇതിൻ്റെ ബാലൻസ് ആണ് എന്ത് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ സൈഡിൽ വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൊരു കാര്യം കൂടെ, ദ ക്യാഷ് ഓർ അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദി കോൺട്രാക്ടറിയുടെ കയ്യിൽ നിന്ന് ഓരോ ഇയറിലും ചിലപ്പോൾ അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യില്ല, എടുക്കില്ല എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ്. എന്താണ് പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if the contract is begun and completed in the same financial year, then the entire profit or loss made on such contract should be transferred to profit or loss account. Suppose നമ്മളുടെ കോൺട്രാക്റ്റ് തുടങ്ങി അതേ വർഷം തന്നെ അവസാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻറ്റയർ പ്രോഫിറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. If there is profit, the same should be credited to profit and loss account and debit should be given to contract account. So അതിൻ്റെ എൻട്രി വരുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ, if there is loss, the same should be debited to profit and loss account and credit will be given to contract account. In case loss ആണെന്നുണ്ടെങ്കിൽ profit and loss account debited to contract account ആയിരിക്കും വരിക. സോ പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ അതേ വർഷം തന്നെ അത് സെയിം ഇയറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മധു അണ്ടർടുക്ക് എ കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ് ഓൺ 1st July 2020 ഫോർ സുന്ദർ. സോ മധു ആണ് ഈ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് സുന്ദറിന് വേണ്ടിയിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിലെ കോൺട്രാക്ടർ എന്ന് പറയുന്നത് മധു ആണ്, സുന്ദർ കോൺട്രാക്റ്റി ആണ്. കോൺട്രാക്ട് പ്രൈസ് ഈസ് ₹75,000. ഹി ഇൻകേർഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ്. എന്തൊക്കെ എക്സ്പെൻസുകളാണുള്ളത്? മെറ്റീരിയൽ കൺസ്യൂംഡ്, മെറ്റീരിയൽ ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്ലാന്റ് പർച്ചേസ്ഡ്. ദ കോൺട്രാക്ട് വാസ് കംപ്ലീറ്റഡ് ഓൺ 31/3/2021. സോ 1st ജൂലൈയിലാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. 31/3/2021 ആയപ്പോൾ അത് അവസാനിച്ചു. കോൺട്രാക്ട് പ്രൈസ് വാസ് ഡ്യൂലി റിസീവ്ഡ്. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ അറ്റ് 10% per annum on plant and charge indirect expenses at 20% on wages. Okay, so prepare contract account in the books of Madhu. സോ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാം, ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ ചിലപ്പോൾ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി ലീസിന് എടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലാന്റ് ആൻഡ് മെഷീനറി ലീസിന് എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീസിങ് ചാർജസ് ഡയറക്റ്റായിട്ട് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. പക്ഷേ പർച്ചേസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മെത്തേഡിൽ അത് ട്രീറ്റ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഫുൾ വാല്യൂ ഓഫ് പ്ലാന്റ് ഡെബിറ്റ് ചെയ്യുന്നു സ്റ്റാർട്ടിങ്ങിൽ, എന്നിട്ട് പീരീഡ് അവസാനിക്കുന്ന സമയത്ത് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹവേർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. സോ അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഏത് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സോ
കോൺട്രാക്റ്റ് അക്കൗണ്ട് മറ്റുള്ള അക്കൗണ്ടുകൾ വരയ്ക്കുന്നത് പോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ 2 കോളം. അതിൽ ആദ്യം നമുക്ക് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ടു മെറ്റീരിയൽ പർച്ചേസ്ഡ്. എത്രയാണ് മെറ്റീരിയൽ നമ്മളിതിനെ ഉപയോഗിക്കുന്നത്? മെറ്റീരിയൽ പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നോക്കുക. മെറ്റീരിയൽ കൺസ്യൂംഡ് 25,000. മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് അറ്റ് എൻഡ്. നമ്മൾ ഈ വർഷമുള്ള മെറ്റീരിയൽ 1000 രൂപയുണ്ട് നമ്മുടെ കയ്യിലുള്ളത്. മെറ്റീരിയൽ കൺസ്യൂം ചെയ്തിരിക്കുന്നത് 25,000. സോ ടോട്ടൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 26,000. 25,000 പ്ലസ് 1000 26,000 വരുന്നു. ദെൻ വേജസ് എത്രയാണ് വരുന്നത്? ക്വസ്റ്റ്യനിൽ വേജസ് തന്നിരിക്കുന്നത് 35,000 ആണ്. അതുപോലെ തന്നെ എഴുതാം. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് വന്നിരിക്കുന്നത് 20,000 ആണ്. സോ ഡയറക്റ്റ് എക്സ്പെൻസസ് 20,000. ദെൻ പ്ലാന്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് ആദ്യം നമ്മൾ പറഞ്ഞ ആ മെത്തേഡ് പ്രകാരം ചെയ്യാം. സോ പ്ലാന്റ് പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. എത്രയാണ്? 10,000 രൂപയാണ്. അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ പിന്നെ വരുന്നത് ക്വസ്റ്റ്യനിൽ ഒരു അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് താഴെ പറഞ്ഞിട്ടുണ്ട്? പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓൺ പ്ലാന്റ് ആൻഡ് ചാർജ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അറ്റ് 20% ഓൺ വേജസ്. വേജസിൻ്റെ 20% ആണ്. വേജ് എന്ന് പറയുന്നത് 35,000 ആണ്. സോ 35,000ൻ്റെ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 20% ഓഫ് വേജസ് 35,000 ഇൻറ്റു 20% ഈ 7,000 രൂപയായിരിക്കും വരിക. ഓക്കെ. ദെൻ ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസ് ഇൻ ഹാൻഡ്. നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്താണ്? അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. മെറ്റീരിയൽസ് ആൻഡ് പ്ലാന്റ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 1000 രൂപയാണുള്ളത്. അത് ക്രെഡിറ്റ് ചെയ്തു. ദെൻ പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണ് ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്തത് അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എഴുതുന്നു. സോ പ്ലാന്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നോക്കുക. എത്രയാണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്? 10% ആണ്. സോ 10,000ൻ്റെ 10% ആണ്. പക്ഷേ ഇത് എത്ര മാസത്തേക്കാണ് വന്നിരിക്കുന്നത്? 1 ജൂലൈ ടു 31 മാർച്ചാണ്. സോ 1 ജൂലൈ ടു 31 മാർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഫസ്റ്റ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 9 മന്ത്സേ വരുന്നുള്ളൂ. 10 മന്ത്സ് ആണ് വരുന്നത്. ഓക്കെ. സോ 10/12 10,000 ഇൻറ്റു 10/100 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1000 വരും. 1000 ഇൻറ്റു 10/12. ഓക്കെ. സോ 9 മന്ത്സ് ആണ് വരുന്നത്. ജൂലൈ ടു മാർച്ചാണ് 9 മന്ത്സ് ആണ്. സോ 10,000 ഇൻറ്റു 10/100 10%. അത് എത്രയാണ് വരുന്നത്? അത് 1000 ആണ് വരിക. ഓക്കെ. ഇനി ഈ 1000 ഇൻറ്റു 9/12 അപ്പോൾ 9/12 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3/4 വരും. അതായത് 750 ആണ് എമൗണ്ട് വരുന്നത്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 750 ആണ്. സോ 10,000ൽ നിന്നും 750 പോയിട്ടുണ്ടെങ്കിൽ 9,250 ആണ് വരുന്നത്. അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ശ്രദ്ധിക്കുക, പ്ലാന്റ് ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്തു ഫുൾ എമൗണ്ട്. ദെൻ അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. മെറ്റീരിയൽസ് അതുപോലെ നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് കോൺട്രാക്റ്റ് എമൗണ്ട് ആണ്. നമ്മൾ സുന്ദറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എത്രയാണ് കോൺട്രാക്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്? അത് നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? കോൺട്രാക്റ്റ് പ്രൈസ് വാസ് ഡ്യൂലി റിസീവ്ഡ്. കോൺട്രാക്റ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 75,000 ആണ്. ഓക്കെ. അപ്പോൾ 75,000 നമുക്ക് കോൺട്രാക്റ്റ് പ്രൈസ് കിട്ടി. സോ നമ്മളിനി ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. സോ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ വരുന്നത് 75,000 പ്ലസ് 9,000 പ്ലസ് 1,000 അതായത് 85,000 സംതിങ് വരും. ദെൻ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് 26,000 പ്ലസ് 35,000 പ്ലസ് 20,000 പ്ലസ് 10,000 പ്ലസ് 77,000. സോ ടോട്ടൽ ഇവിടെ വരുന്നത് 98,000 ആണ്. സോ ഇവിടെയാണ് ടോട്ടൽ കൂടുതലുള്ളത്. സോ ഡെബിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. അതായത് അതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണ് വരുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 80 സംതിങ്ങേ വരുന്നുള്ളൂ. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 12,750 ആണ്.
സോ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലോസ് ബ്രാക്കറ്റിൽ എഴുതുന്നു. ഇതിൻ്റെ ഡിഫറൻസ് 12,750 നമ്മൾ എഴുതുന്നു. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്ലാന്റ് പർച്ചേസ്ഡ് ഉണ്ട്. പ്ലാന്റ് പർച്ചേസ്ഡ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് സൈഡിൽ ഫുൾ എമൗണ്ട് എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് എഴുതുന്നു. ദെൻ മെറ്റീരിയൽസ് ഇൻ ഹാൻഡ്, നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ മെറ്റീരിയൽസ് ആഡ് ചെയ്യണം ഈ മെറ്റീരിയൽ കൺസ്യൂംഡിനോട് കൂടെ, പക്ഷേ ക്രെഡിറ്റ് സൈഡിലും നമ്മളതിനെ കാണിക്കണം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ കാണിച്ചിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അവർ 20% വേജസിൻ്റെ 20% എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ കോൺട്രാക്റ്റ് പ്രൈസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. സോ ഡിഫറൻസ് പ്രോഫിറ്റ് ആവാം അല്ലെങ്കിൽ ലോസ് ആവാം, അത് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊന്നുകൂടെ പറയാം. One of the distinguishing feature of contract account is the use of special plant and machinery. Cost of this capital expenditure, but yet the usage of this should be reflected in the form of depreciation. രണ്ട് മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് പറയുന്നത്, at the time of the issue of the plant to contract, the contract account is debited with the full value of plant. ഫുൾ വാല്യൂ ഓഫ് പ്ലാന്റ് വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഡിപ്രീഷിയേറ്റഡ് വാല്യൂ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ്ഡ് അറ്റ് ദ കോൺട്രാക്ട് സൈറ്റ് ഫോർ എ ലോങ് പീരീഡ്. ലോങ് പീരീഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ കൂടുതൽ പീരീഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇൻ ദ സെക്കൻഡ് മെത്തേഡ് കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് എൻ ഹവർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ദ നമ്പർ ഓഫ് ഹവേഴ്സ് ദ പ്ലാന്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കോൺട്രാക്ട്. എത്രയാണോ ഡിപ്രീസിയേഷൻ വരുന്നത് അത് ഡെബിറ്റ് ചെയ്യുന്നു. നെറ്റ് ഇഫക്റ്റ് രണ്ടിൻ്റെയും സെയിം തന്നെയാണ്, എന്നാലും ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത്. സോ നമ്മളെന്താണ് ചെയ്യുന്നത്, ഹവർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. Cost center is set up for each machine. An estimate is made of the cost such as maintenance, depreciation, drivers, wages, etc. to be incurred. The total of this cost is divided by the number of hours that the machine is expected to be used. സോ എത്രയാണ് നമ്മൾ ഹവേർലി ആ മെഷീൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടോട്ടൽ മെഷീൻ കോസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിപ്രീസിയേറ്റഡ് വാല്യൂ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതാണ് ഈ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ.